നമ്മുടെ നാട്ടിലെ ബി.ജെ.പിക്കാരും ബി.ജെ.പി നേതാക്കളും സംഘപരിവാർ അനുകൂലികളും ഒക്കെ പറയുന്ന ഒരു സ്ഥലമാണല്ലോ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. എന്ത് പറഞ്ഞാലും നിങ്ങൾ യു.പിയെ മാതൃകയാക്കൂ. ഇവിടെ നമ്മുടെ നാട്ടിലെ കേന്ദ്രമന്ത്രിമാർ മുതൽ ഇങ്ങോട്ടേക്ക് പറയുന്നതാണ് യു.പിയെ മാതൃകയാക്കൂ, യു.പിയെ മാതൃകയാക്കൂ എന്ന്. ഇതാ യു.പിയിൽ നിന്നൊരു മഹത്തായ മാതൃക നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. യു.പിയിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കയിൽ കയറി കിടക്കുന്നത് രോഗികളല്ല, നായകളാണ്. യു.പിയിലെ ഗോണ്ട മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ കിടക്കയിലാണ് നായകൾ കയറി കിടക്കുന്നത്. മഹത്തായ യു.പി മാതൃകയുടെ ദൃശ്യങ്ങൾ ഞാനിപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആ ദൃശ്യങ്ങളൊന്ന് കാണൂ. നായകൾ വിശ്രമിക്കുന്നത് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് രോഗികൾ കിടക്കുന്നുണ്ട്, മറുഭാഗത്ത് നായകൾ കയറി കിടക്കുകയാണ്. രോഗികളോടൊപ്പം തന്നെയാണ് കട്ടിലുമേൽ നായകളൊക്കെ കയറി കിടക്കുന്നത്. ഇതാണ് ഇവർ പറയുന്ന ഭൂമിയിലെ സ്വർഗമെന്ന് പറയുന്ന യു.പിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സർക്കാർ മെഡിക്കൽ കോളേജിലെ വാർഡിൽ നായകൾ കയറി കട്ടിലിൽ കിടക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മുൻപാണ് കുട്ടികളുടെ വാർഡിൽ നിന്ന് എലിശല്യം കാരണം മറ്റു മാർഗങ്ങളില്ലാതെ ഉള്ള വീഡിയോ പുറത്തു വന്നത്. ഇപ്പോഴിതാ നായകൾ ആശുപത്രിയിൽ കയറി കിടക്കുന്ന വീഡിയോകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ബി.ജെ.പിക്കാർ നമ്മളോട് മാതൃകയാക്കാൻ പറയുന്ന യു.പിയിലെ സത്യാവസ്ഥ. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ഉത്തർപ്രദേശിലെ ബി.ജെ.പി സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യന് അല്ലെങ്കിൽ പശുവിന് മനുഷ്യനേക്കാൾ വിലയുള്ള നാട്ടിൽ മനുഷ്യന് പട്ടിയേക്കാൾ വിലയില്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് നായകൾ ആശുപത്രിയിലെ കട്ടിലിൽ കയറി കിടക്കുന്നു, മനുഷ്യരോടൊപ്പം തന്നെ കിടക്കുന്നതുമുണ്ട്. അതിനകത്ത് അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഇതാ ഈ ബി.ജെ.പിക്കാരുടെ ഏറ്റവും മഹത്തായ സംസ്ഥാനമാണല്ലോ, എല്ലാവരും മാതൃകയാക്കണമെന്ന് പറയുന്ന ഇടമാണല്ലോ യു.പി. ആ യു.പിയിൽ നിന്നൊരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അല്ലേ? യോഗി ആദിത്യനാഥ് സർക്കാർ ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ സർക്കാർ ആശുപത്രിയിലെ ഏറെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് ഇത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ പുറത്തു വരികയും വലിയ വിമർശനങ്ങൾ വരികയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യു.പിയിലെ ഗോണ്ട മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം. ഈ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ കിടക്കകളിലാണ് 3ഓളം നായകൾ വിശ്രമിക്കുന്നത്. തൊട്ടടുത്തുള്ള കിടക്കകളിൽ വലിയ അപകടങ്ങൾ പറ്റിക്കൊണ്ടുള്ള രോഗികൾ കൂടി വിശ്രമിക്കുന്നുണ്ട്. ഈ ആളുകൾക്കും രോഗികൾക്കും വിശ്രമിക്കേണ്ട കിടക്കയിലാണ് ഇത്തരത്തിൽ നായകൾ കിടക്കുന്നത്. ഈ രോഗികളടക്കമുള്ള ആളുകൾ പരാതി പറഞ്ഞെങ്കിൽ പോലും നടപടി സ്വീകരിക്കാൻ സർക്കാർ ആശുപത്രിയിലെ അധികൃതർ തയ്യാറായിരുന്നില്ല എന്ന ഏറെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ കൂടി രോഗികളുടെ ഭാഗത്തുനിന്ന്, രോഗികളുടെ സഹായികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സമാനമായിട്ടുള്ള രീതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ കടുത്ത വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ബി.ജെ.പി നേതാക്കളൊക്കെ തന്നെയും സർക്കാർ ആശുപത്രികളിലാണോ ചികിത്സ തേടുന്നത്, അതോ സ്വയം ചികിത്സ തേടുകയാണോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ഈ വാർഡിൽ എലികളുടെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നത്. അതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. എന്തായാലും വലിയ വാഗ്ദാനങ്ങളടക്കം, പ്രത്യേകിച്ച് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനം കാണാൻ യു.പിയിലേക്ക് നോക്കൂ എന്ന ബി.ജെ.പിക്കാർ ഒന്നടങ്കം അവകാശപ്പെടുമ്പോഴാണ് ഈ ആരോഗ്യ മേഖലയിലെ വലിയ പ്രതിസന്ധി ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. തെരുവ് നായകൾ, അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കിടക്കേണ്ട, ചികിത്സ തേടി കിടക്കേണ്ട, വളരെ വൃത്തിയോടുകൂടി കൊണ്ടു നടക്കേണ്ട മേഖലയിൽ കിടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റൊന്ന്, ഈ നായകളെ അവിടെ നിന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റാനോ ഉള്ള നടപടികൾ ആശുപത്രി അധികൃതരും എടുത്തില്ല എന്നുള്ളതാണ്. എന്ത് മാതൃകയാണ് ഇതിലൂടെ ബി.ജെ.പിയും അതോടൊപ്പം തന്നെ എൻ.ഡി.എ സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടാകും. അതോടൊപ്പം മറ്റു ആശുപത്രികളിലും സമാനമായിട്ടുള്ള രീതിയിലേക്ക് ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ രോഗികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. വളരെ അപകടം, തലയ്ക്കൊക്കെ പരിക്ക് പറ്റിക്കൊണ്ട് ചികിത്സ തേടി വിശ്രമിക്കുന്ന ആളുകൾ ഉള്ള തൊട്ടടുത്ത് തന്നെയാണ് ഈ നായകൾ വന്നിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധി, ആരോഗ്യ മേഖലയിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ആരോഗ്യ രംഗത്ത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് യു.പി സർക്കാർ എത്തിയിരിക്കുന്നു. രംഗത്ത് എത്തുന്നില്ല. ബി.ജെ.പിക്കാർ കൊട്ടിഘോഷിക്കുന്ന യു.പി മോഡൽ എന്ന് പറയുന്നത്
ഈ UP മാതൃകയാക്കാനാണ് ഇവിടുത്തെ സകലമാന BJP നേതാക്കളും കേരളത്തോടൊക്കെ പറയാറുള്ളത്. കേന്ദ്രമന്ത്രിമാർ മുതൽ ഏറ്റവും ലോക്കൽ നേതാക്കൾ വരെ പറയാറുള്ളത് ഞങ്ങളുടെ UP നിങ്ങൾ കണ്ടുപിടിക്കുമെന്നാണ്. ഈ ആശുപത്രിയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങളെ കാണിച്ച ഇന്ന് കൊല്ലത്ത് കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ സർക്കാർ താലൂക്ക് ആശുപത്രിയുടെ ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. നേരത്തെ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ, അതെങ്ങനെയുള്ളതാണെന്നും അതാണ് വ്യത്യാസം. രണ്ട് ഭരണ സംവിധാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു ഭാഗത്ത് മനുഷ്യരോടൊപ്പം നായകൾ കിടന്നുറങ്ങുന്നു, മറുഭാഗത്ത് സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന പഞ്ചനക്ഷത്ര സംവിധാനങ്ങളുള്ള സർക്കാർ ആശുപത്രികളുമായി ഒരു ഭരണ സംവിധാനം ലോകത്തിന് മാതൃകയാവുകയും ചെയ്തു. വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ റഷീദ് നൽകിയത്.